എന്തുവാ ഇത് കൽക്കരി വണ്ടിയോ? ഇതൊരു കൽക്കരി വണ്ടിയോ മക്കളുമാരെ. ഇതിനകത്തിട്ട് നമുക്കൊരു മീനെ പൊള്ളിക്കാം. എല്ലാരും വായോ. ഇന്നൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി മീനൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ പോവാ? ഇത് കൽക്കരിക്കകത്തിട്ട് പൊള്ളിക്കാൻ പോകുന്നു. അതല്ലേ കൽക്കരി വണ്ടിയൊക്കെ കണ്ടല്ലോ മച്ചാമാരെ, വേറെ ലെവൽ വണ്ടിയാണ്. അപ്പൊ ഒരു കിടിലൻ ഫേസ്ബുക്ക് പേജ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് പേജ് കാണുന്നവര് ഫോളോ ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. അതിന് മുമ്പ് ഇതിനെ വരയാണ്. 5 വൈകുന്ന നമ്മുടെ മൂന്നാറിലെ മലനിരകൾക്കിടയിൽ ഒരു കിടിലൻ മീൻ പൊള്ളിച്ച വീഡിയോ. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. മഞ്ഞിനകത്ത് മീൻ പൊള്ളിക്കാം. അതിനുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടുന്നത് പച്ചക്കുരുമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ, ഉപ്പ്, കുരുമുളക്, ഇഞ്ചി ചതച്ചത്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചെറിയ ഉള്ളി പേസ്റ്റ്, കറിവേപ്പില, വെളിച്ചെണ്ണയാണ് ഇവിടുത്തെ മഞ്ഞിന്റെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇഞ്ചി അരിഞ്ഞത്, ഒരു കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങാപ്പാല്, പച്ചമുളക്. അപ്പൊ എങ്ങനെ മച്ചമ്മരെ നേരെ തുടങ്ങല്ലേ. ഇടുക്കി ഡാമിന്റെ കൈവഴി കിടന്നത് ഈ ഒരു മീൻകുട്ടിനെ നേരെ എടുത്ത് വരഞ്ഞ് വൃത്തിയാക്കി അവന്റെ പുറത്തേക്ക് ആദ്യം നമ്മൾ കൂട്ടി വെച്ചിരുന്ന നല്ല നാടൻ പച്ചക്കുരുമുളക്, വെളുത്തുള്ളി കൂട്ടങ്ങോട്ട് അരച്ച് അവന്റെ പുറത്തേക്ക് ചേർത്ത് കൊടുത്ത് അതിന്റെ പുറത്തേക്ക് നേരെ കുറച്ച് ഉപ്പും വാരി 3-4 പഴുത്ത നാരങ്ങ പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അതങ്ങോട്ട് പിഴിഞ്ഞ് മീനിന്റെ പുറത്തേക്ക് ഒഴിക്കുക. അതൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഇഞ്ചി അരച്ചു വെച്ചത് അങ്ങോട്ട് ചേർത്ത് തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമ്മുടെ കൊച്ചുള്ളി അങ്ങോട്ട് അരച്ചു വെച്ചത് മീനിന്റെ പുറത്തേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇത് ഇത്രയും കഴിച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളുടെ വരവാണ്. നേരെ നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത് രണ്ടുമാണ് ഇവന്റെ മെയിൻ ഐറ്റങ്ങൾ. അതിനകത്തേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് നല്ലപോലെ മസാലക്കൂട്ട് അങ്ങോട്ട് കൂട്ടിയെടുക്കണം. നേരെ മീനിന്റെ പുറത്തേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. കിടിലൻ തണുപ്പും തേയിലത്തോട്ടങ്ങളും കണ്ടുകൊണ്ട് മീൻ കുക്ക് ചെയ്യുന്ന സന്ധ്യാമ്മയുടെ മുഖത്തൊരു കിടിലൻ ചിരി കാണാനുണ്ടായിരുന്നു. അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നു മച്ചാന്മാരെ. പിന്നെ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി വെന്ത് കഴിയുമ്പോൾ ടേസ്റ്റ് അതിഭയങ്കരമാണ്. അതുകൊണ്ട് കൊച്ചുള്ളി ഇച്ചിരി കൂടുതൽ അങ്ങോട്ട് ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ നേരെ നമ്മുടെ കറിവേപ്പില അങ്ങോട്ട് അതിന്റെ പുറത്തേക്ക് അങ്ങോട്ട് എടുക്കുക. മീനിന്റെ 2 സൈഡിലും കറിവേപ്പില. അത് കഴിഞ്ഞാൽ പിന്നെ കൊത്തുനുറുക്കി വെച്ച് നമ്മുടെ ഇഞ്ചി കുട്ടന്മാർ ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ അങ്ങോട്ട് മീനിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ 2 സൈഡിലും മാറിയും തിരിഞ്ഞും അങ്ങോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തോ. ടേസ്റ്റ് കൂടാൻ വേറെ സാധനമില്ല. പിന്നെ നമ്മുടെ ഹൈ റേഞ്ചിലെ മഴ കൊണ്ട് വളർന്ന പച്ചക്കുരുമുളക് ഇടിച്ച് അടച്ച് പൊടിയാക്കിയത് അങ്ങോട്ട് അതിന്റെ പുറത്തേക്ക് അങ്ങോട്ട് വാരി അങ്ങോട്ട് വിതറി കൊടുക്കുക. ഇത്ര സാധനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിന്റെ അകത്തെ കൂട്ടെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് മീനെ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വാഴയിലയിൽ ആദ്യം പൊതിഞ്ഞ് പിന്നെ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോയിൽ പേപ്പർ കൊണ്ടൊക്കെ ഒന്ന് പൊതിഞ്ഞൊന്ന് കെട്ടി നമ്മുടെ ഷെഫ് നിബുച്ചേട്ടൻ നേരെ നമ്മുടെ ആ ഒരു തീവണ്ടിക്കകത്തോട്ട് നമ്മുടെ പഞ്ചാരയൊക്കെ അങ്ങോട്ട് വിതറിയിട്ട് മീൻ അങ്ങോട്ട് അതിന്റെ പുറത്തേക്ക് വെച്ചു. ഇനി മേവോ കരിയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പിന്നെ അതിന്റെ പുറത്തേക്ക് കുറച്ച് പഞ്ചാരയും കൂടെ സന്ധ്യാമ്മ അങ്ങോട്ട് ഇട്ടു. കാരണം ആദ്യം ആ ഒരു ചൂടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ നമ്മുടെ തീവണ്ടി അങ്ങോട്ട് അടച്ചൊന്ന് പൊക്കി എടുത്തപ്പോഴത്തേക്ക് മീൻ അങ്ങോട്ട് വെന്ത് കഴിഞ്ഞു. ഏകദേശം 15 മിനിറ്റോളം തിരിച്ചും മറിച്ചും വേവിച്ചപ്പോഴാണ് മീൻ റെഡിയായത്. അതിന് അങ്ങോട്ട് ഫോയിൽ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ എന്റെ പൊന്നു മക്കളെ ഒന്നും പറയാനില്ല, സാധനം വെടിക്കെട്ട് ഐറ്റം റെഡി ആയിട്ടുണ്ട്. നേരെ അതിന്റെ ആ ഒരു ഗ്രേവിയും പിന്നെ ആ ഒരു പച്ചക്കുരുമുളക് നാടൻ സാധനങ്ങൾ ഇട്ട് വെന്ത് വേവിച്ച് അതിന്റെ പുറത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചുകൊണ്ട് ടേസ്റ്റ് ഒരു വേറെ